ജപ്പാനിലെ തിരക്കേറിയ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലൂടെ നടന്നു പോയപ്പോൾ സുസുക്കി തൻ്റെ അനിയത്തിക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാവയെ വാങ്ങിക്കൊണ്ടുപോയി. അതാണെങ്കിലോ നല്ല ഡ്രസ്സ് ധരിച്ച് മുടി ഷോർട്ടായി കട്ട് ചെയ്ത് കാണാൻ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഇരിക്കുന്ന ജാപ്പനീസ് ഡോൾ. ഒക്കിക്കു എന്ന അനിയത്തിക്ക് ആ പാവ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും ആ പാവയുടെ കൂടെ ഇരിക്കാൻ തുടങ്ങി. എന്നാൽ ആരും പ്രതീക്ഷിക്കാതെ 1 വർഷം കൊണ്ട് തന്നെ ഒക്കിക്കു അസുഖം വന്ന് മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ഒക്കിക്കുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആ പാവയെ കാണുമ്പോൾ ഒക്കിക്കുവിനെ ഓർമ്മ വരുന്നത് കൊണ്ട് ആ പാവയ്ക്ക് ഒക്കിക്കു എന്ന് പേര് വെച്ചു. ആ പാവയെ ഒക്കിക്കുയുടെ ഫോട്ടോയുടെ കൂടെ തന്നെ വെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ആ പാവയ്ക്കൊരു വ്യത്യാസം വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ദിവസേന ആ പാവയുടെ മുടി വളരാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച വീട്ടുകാർ ആ മുടി ടെസ്റ്റിന് വേണ്ടി ലാബിലേക്ക് അയച്ചു. ടെസ്റ്റിന് കൊടുത്ത മുടിയുടെ റിപ്പോർട്ട് വന്നു. ഇതായിരുന്നു ആ വീട്ടിലെല്ലാവരെയും ഞെട്ടിച്ചത്. അത് മനുഷ്യൻ്റെ മുടിയാണ്. ഇന്നും സയൻസിന് പോലും ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ഒക്കിക്കു എന്ന പാവയെ ഇന്നും ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു.